1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. മഞ്ചേരി സബ് ജില്ലാ ശാസ്ത്രോത്സവം ഒക്ടോബർ 7, 8, 9 തീയതികളിലായി എടവണ്ണ ഇസ്ലാഹിയ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് എടവണ്ണയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടകർ പറഞ്ഞു. മേളയോടനുബന്ധിച്ച് വിവിധ പരിപാടികൾക്ക് തുടക്കമായി. മഞ്ചേരി സബ് ജില്ലാ ശാസ്ത്രോത്സവം അടുത്ത മാസം 7, 8, 9 തീയതികളിൽ എടവണ്ണ IOHS വെച്ച് നടക്കുകയാണ്. നമുക്കറിയാം, നമ്മളെ സ്വസംഘ യോഗത്തിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് ജില്ലാ ശാസ്ത്രമേളയേക്കാൾ ഏറെ ആളുകൾ പങ്കെടുക്കുന്ന, പങ്കാളിത്തം കൊണ്ട് അതിലും വലിയ ഒരു പരിപാടിയായിട്ടാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 3500ഓളം വിദ്യാർത്ഥികൾ ഇതിൻ്റെ ഭാഗമായി ഈ സ്കൂളിൽ എത്തുകയാണ്. നമുക്കറിയാം, ശാസ്ത്രമേളയിൽ പുതിയ കാലത്തിൻ്റെ പുതിയ തലമുറയുടെ കുറേ കണ്ടെത്തലുകൾ നമ്മളെ പുതിയ ആളുകൾക്ക് പരിചയപ്പെടുത്താനും കുട്ടികളുടെ ശാസ്ത്രബോധത്തെ നല്ല രീതിയിൽ പരിപോഷിക്കുന്നതിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ ശാസ്ത്രോത്സവം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ IT മേളകളിൽ മഞ്ചേരി സബ് ജില്ലയിലെ 168 സ്കൂളുകളിൽ നിന്നായി 3500ഓളം വിദ്യാർത്ഥികൾ മാറ്റുരക്കും. ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന IT മേളയുടെ IT ക്വിസ് മത്സരം സ്കൂളിലെ IT ലാബിൽ വെച്ച് നടന്നു. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നായി 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളുടെ സയൻസ്, ഗണിത ക്വിസ് എന്നിവ ഈ മാസം 26-നും സാമൂഹിക ശാസ്ത്ര ക്വിസ് ഒക്ടോബർ 3-നും നടക്കും. 3500 കുട്ടികൾക്ക് മേളകൾ നടത്തുന്നതിനു വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്നതിന് 505 അംഗ സ്വാഗത സംഘം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞതായി ഭാരവാഹികൾ അറിയിച്ചു. ശാസ്ത്രോത്സവം ഒക്ടോബർ 7, 8, 9 തീയതികളിൽ നമ്മുടെ ഈ സ്ഥാപനത്തിൽ എടവണ്ണ IOHS വിപുലമായിട്ട് നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി 505 അംഗ കമ്മിറ്റി തന്നെ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. പല കമ്മിറ്റികളും നമ്മൾ സബ് കമ്മിറ്റികളായിക്കൊണ്ട് ഇതിൽ നമ്മൾ പല ആസൂത്രണങ്ങളൊക്കെ ചെറുതായിട്ട് നടത്തിയിട്ടുണ്ട്. 3500ഓളം കുട്ടികൾ ഈ സബ് ജില്ലയിലെ 168 സ്കൂളുകളിൽ നിന്നായി 3500ഓളം കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ള ഭാരിച്ച ഒരു ചുമതല തന്നെയാണ് നമ്മുടെ ഈ സ്ഥാപനം ഏറ്റെടുത്തിട്ടുള്ളത്. അതിൽ എല്ലാ വിധത്തിലും അധ്യാപകർക്ക് പുറമെ എടവണ്ണ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ മാനേജ്മെന്റ് കമ്മിറ്റി, PTA കമ്മിറ്റി, നാട്ടിലെ നല്ലവരായ സന്നദ്ധ പ്രവർത്തകർ, ഇങ്ങനെ തുടങ്ങുന്ന നാനാജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് നടത്താൻ നമ്മൾ തീരുമാനിച്ചു. സ്വാഗത സംഘം ചെയർമാനും എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ T. അഭിലാഷ്, വർക്കിംഗ് ചെയർമാൻ സ്കൂൾ മാനേജർ കല്ലിങ്ങൽ റഷീദ്, ജനറൽ കൺവീനർ A. അബ്ദുസലാം, പ്രധാനാധ്യാപകൻ MP അബ്ദുൽ അസീസ്, LP ഹെഡ് മാസ്റ്റർ K. അബ്ദുൽ നാസർ, സ്കൂൾ മാനേജ്മെന്റ് സെക്രട്ടറി E. അബ്ദുൽ സമദ്, PTA പ്രസിഡന്റ് മെഹബൂബ് ചമല, LP PTA പ്രസിഡന്റ് P. മുജീബ് റഹ്മാൻ, പ്രോഗ്രാം കൺവീനർ ഷെരീഫ് തുറക്കൽ, മീഡിയ പബ്ലിസിറ്റി കൺവീനർമാരായ നൌഷാദ് പുളിക്കൽ, മുസ്തഫ കളത്തിങ്ങൽ, CH സുബൈർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.